ക്രിസ്തുനാഥനാണ് എൻ്റെ ജന്മാവകാശം, എനിക്ക് മറ്റൊരുവനെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചവരെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം തുറന്നിരുന്ന ഒരു വാതിലിലൂടെ പണ്ടൊരു പെൺകുട്ടി ഇറങ്ങിയോടി. എന്തിനെന്നോ? സന്യാസം സ്വീകരിക്കാൻ. മറ്റാരുമായിരുന്നില്ല, അത് അസീസിലെ വിശുദ്ധ ക്ലാരയായിരുന്നു. കാരണം അവൾ പ്രണയിച്ച ക്രിസ്തു ജനിച്ചതും ജീവിച്ചതും ദരിദ്രനായിട്ടായിരുന്നു. ഇത് തന്നെയാണ് സുവിശേഷ ദാരിദ്ര്യം അനുഷ്ഠിക്കുന്ന സന്യസ്തരുടെ ജീവിതത്തിൻ്റെ കാതലും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. ഇത് തന്നെയാണ് സന്യാസ ദാരിദ്ര്യത്തിൻ്റെ കാതലും. നമുക്കൊന്ന് ഓർക്കാം, സമ്പത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും സൗന്ദര്യത്തിൻ്റെയും പിന്നാലെ പരക്കം പായുമ്പോൾ ഇത്രയുമൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ?